വെൽക്കം ടു ഡേ 3 ഓഫ് ഷില്ലോങ്. അപ്പോൾ നമ്മൾ യൂത്ത് ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങാൻ പോവാണ്. ചെക്കൗട്ട് ചെയ്തു. 9:30ക്കാണ് ശരിക്കും ചെക്കൗട്ട് ചെയ്യേണ്ടത്. 9:30 വരെയാണ് മാക്സിമം ടൈം. അറൗണ്ട് 9 o'clock ആയി. അതുപോലെ തന്നെ നൈറ്റ് 9:30ക്ക് തന്നെ കറക്റ്റ് ക്ലോസ് ചെയ്യും പറഞ്ഞ് എക്സാക്ട്ലി നമ്മൾ 9:30ക്കാണ് ഇവിടെ എത്തിയ. ഫുഡെല്ലാം കഴിച്ച് 9:30ക്ക് തന്നെ അവർ ഗേറ്റ് ക്ലോസ് ചെയ്തു. റൂൾസ് എല്ലാം പക്കയായിട്ട് ഫോളോ ചെയ്യേണ്ടി വരും. ബട്ട് ജസ്റ്റ് 270 rupeesന് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വാസ് നോട്ട് ബാഡ്. 2 റൊട്ടിയും ഒരു കറിയുമാണ് ഉണ്ടായിരുന്നത്, ചായയും. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ ഇൻക്ലൂഡിങ് ലൈക്ക് 270 rupeesന് വേർത്താണ്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഇനി നമ്മൾ ചിറാപൂഞ്ചിയിലേക്ക് പോകാൻ പോവുകയാണ്. അവിടെ റൂമിൽ ബാഗെല്ലാം വെച്ചിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എല്ലാം വിസിറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഇനി നിങ്ങൾ ഷില്ലോങ് വരികയാണെന്നുണ്ടെങ്കിൽ യൂത്ത് ഹോസ്റ്റൽ എടുക്കണ എന്തുകൊണ്ടും അഫോർഡബിൾ ആണ്, അതുപോലെ നീറ്റാണ്. അവർ നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഡോർമെറ്ററി ആണുള്ളത്. ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലും സ്റ്റേ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഒരുപാട് ഫാമിലീസിനെയും ട്രെക്കിംഗ് ഗ്രൂപ്പിനെയും എല്ലാം കണ്ടു. പിന്നെ വാഷ്റൂം എല്ലാം ക്ലീൻ ആണ്, ബെഡെല്ലാം നീറ്റാണ്. 270ക്ക് ഇറ്റ്സ് ലൈക്ക് വർത്തി. യൂട്യൂബിൽ ഒരു വ്ളോഗ് കണ്ടിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു ലോക്കലിൽ കോൺടാക്ട് ചെയ്തു. അപ്പം നമ്മളിങ്ങനെ ഏറ്റവും ചീപ്പായിട്ട് എവിടെ കിട്ടുക, അത്യാവശ്യം നല്ല ഡീലിംഗ് ഉള്ള ആരാണ് നമ്മൾ നോക്കണം. കാരണം വണ്ടിയൊക്കെ റെൻ്റ് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. സോ ആ വ്ളോഗിൽ പറഞ്ഞായിരുന്നു നല്ലതാണ് ഈ ചെക്കൻ എന്നുള്ളത്. അങ്ങനെ ഇവനെ ഞാൻ മെസ്സേജ് ചെയ്തു. അവൻ നമ്മൾ വരുന്ന ദിവസം തന്നെ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തു. നമ്മൾ അവിടെ പോയിട്ട് എടുത്തു. 500 rupees ആണ് ഒരു സ്കൂട്ടിക്ക് ഒരു 24 hours ചാർജ് ചെയ്യണത്. സോ വി ടുക്ക് ഇറ്റ് ഫോർ 3 days. സോ ഇന്നലെ ഈവനിങ് ഞങ്ങൾ എത്തി. സോ ഇനി ഞങ്ങൾ 10th തീയതി ഈവനിങ്ങിന് വണ്ടി തിരിച്ചു കൊടുക്കും. സോ നമ്മൾ 4 ആൾക്കാരായതുകൊണ്ട് 3 ദിവസത്തിന് 3,000 rupees ഫോർ ലൈക്ക് 4 പീപ്പിൾസ്. സോ അറൗണ്ട് 1,500 ഫോർ ലൈക്ക് നമുക്ക് അത്രയും. ടാക്സി എടുക്കുകയാണെങ്കിൽ പെർ ഡേ 4,000 വരും. സോ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ഓക്കെ, ഞാൻ ഇതിന്റെ നമ്പറും കാര്യങ്ങളും താഴെ കൊടുക്കാം. ഐ തിങ്ക് ഇതാണ് അത്യാവശ്യം നല്ല ബെസ്റ്റ് ലൈക്ക് സ്കൂട്ടി ഓർ ബൈക്ക് രണ്ടിൽ അവൈലബിൾ ഇൻ ഷില്ലോങ് എന്നുള്ളത്. നമ്മളൊരു 10-15 മിനിറ്റ് ആയിട്ട് ഈ ബ്ലോക്കിൽ തന്നെ നിൽക്കുകയാണ്. ഗൂഗിൾ മാപ്പിലൊക്കെ നല്ല റെഡാണ്, പക്ഷെ എല്ലാവരും ഇങ്ങനെ ഹോണൊന്നും അടിക്കാണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇവിടെ പഴങ്ങൾ വിൽക്കുന്ന ആൾക്കാർ. അവരുണ്ടോ ആദ്യം തന്നെ വേസ്റ്റ് ബിൻ സെറ്റ് ചെയ്തു ഒരു കവർ. ആരും അങ്ങനെ ഇടില്ല. വളരെ എസെൻഷ്യൽ ആണെങ്കിൽ മാത്രമേ ഇവരെന്ത് ചെയ്യുള്ളൂ, ഹോൺ അടിക്കുള്ളൂ. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സ്വപ്നത്തിലാട്ടോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഡേഞ്ചറസ് ആണ്. സ്കൂട്ടറിൻ്റെ ബാക്കിൽ ഇതില്ല, അതുകൊണ്ട് തന്നെ ബാക്കിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ 4 ബാഗ് ഉണ്ട് കയ്യിൽ. ഇച്ചിരി ഡേഞ്ചറസ് ആണ്, ബട്ട് സ്റ്റിൽ ലുക്ക് അറ്റ് ദ വ്യൂ. ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തിയതാണ്. ഇവിടെ അടിപൊളി വ്യൂ ആയതുകൊണ്ട് അതും കൂടെ കാണാൻ വെച്ചു. നമ്മൾ പോകുന്ന വഴി ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എന്താ കണ്ടോ, ഡസ്റ്റ്ബിൻ ഉണ്ട്, നല്ല ക്ലീൻ ആണ്. ഇതാണ് വ്യൂ, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടുത്തെ ചായ, നൈസ് ചായ. ചൗമീൻ എത്രയാ? ഇതിന് 130 ആണ്. അടിപൊളിയാ. 20 rupees. Cici DJ, Cici main.
എങ്ങനെയുണ്ട്? എന്തായിരുന്നു പേര്? ഒന്നുകൂടി എടുക്കും. ചൗമീൻ 130 rupees ആണ് കേട്ടോ 1 പ്ലേറ്റിന്. നമ്മളിപ്പോ ബങ്കി ജമ്പിങ്ങിന് വേണ്ടിട്ട് വന്നതാണ്. ഇതാണ് ആ സ്പോട്ട്. എനിക്ക് പേടിയാവുന്നു, പക്ഷെ സന്തോഷം, എക്സൈറ്റ്മെന്റ്. I don't know what I'm feeling right now. ഇതാണ് ബങ്കി ജമ്പിങ് സ്പോട്ട്. ഒരു സാധാരണ വില്ലേജ് ആണിത്. നമ്മൾ ബങ്കി ജമ്പിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഓഫ് റോഡാണ്, അതാണ് ക്യാമറ ഷെയ്ക്ക് ആവുന്നത്. ഈ റോഡിലൊന്നും ആരും കാണാനില്ല, സാധാരണ ഒരു വില്ലേജ്. ഹായ്, അപ്പൊ നമ്മള് ബഞ്ചി ജമ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. 200 മീറ്റർ ആണ്. നമുക്ക് പോയി നോക്കാം. നല്ല പേടിയുണ്ട്. അവര് റേറ്റ് പറഞ്ഞിട്ടുള്ളത് 3500 ജമ്പ് ചെയ്യാനും ഇൻക്ലൂഡിങ് ക്യാമറ ആണെങ്കിൽ 4000ഉം അതുപോലെ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ 4500 ആണ്. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ വ്യൂ. അവിടെയാണ് ജമ്പ് ചെയ്യുന്ന സ്ഥലം. സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഒരു തവണ അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് ഉണ്ടാവില്ല. അവർ പറഞ്ഞത് കുറേ പേര് അവിടെ വന്ന് സൈൻ ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു പോയി, കാരണം പേടിയായിട്ട്. അപ്പോൾ അവരുടെ എല്ലാം 4000 4 പേരുടെ 4500 വെച്ചിട്ട് പോയി, പൈസ പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ റീഫണ്ട് ചെയ്യില്ല. നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഫോമിൽ സൈൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ പോയി കഴിഞ്ഞ് പേടിയായി കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് തരില്ല. ബഞ്ചി ജമ്പിങ് ചെയ്തു. നല്ലായിരുന്നു, അടിപൊളിയാണ്. എല്ലാരും വൺ ടൈം ട്രൈ ചെയ്യണം. അടിപൊളിയാണ് കേട്ടോ. നമ്മള് ബക്കറ്റ് ലിസ്റ്റിലുള്ളതായിരുന്നു. ഫൈനലി വി ഡിഡ് ഇറ്റ്. ജമ്പിങ് കഴിഞ്ഞു. ഇവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ്. എങ്ങനെയുണ്ട്? ഉമ്മാനോട് പറഞ്ഞാലോ, ചാടിയെന്നുള്ളത് ഉമ്മാനോട് പറഞ്ഞാലോ? ഞാൻ വീഡിയോ അയച്ചേക്കണേ ഗ്രൂപ്പിൽ. ഞാൻ പറഞ്ഞിട്ടില്ല, ഉപ്പാനോട് പറഞ്ഞാലോ? ഇത് മുഴുവൻ കോടയാണ്. നമ്മള് ബൈക്കിന്റെ ബാക്കില് ടയർ നോക്കാൻ വേണ്ടിയിട്ട്, ടയറിൽ കാറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇതവിടെ